വടകര ലോക്സഭാ മണ്ഡലം LDO സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ പ്രചാരണ തിരക്കിലാണ്. കൊയിലാണ്ടി മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ന് പ്രചാരണം പുരോഗമിക്കുന്നത്. ടീച്ചർ പ്രചാരണം കൊയിലാണ്ടി മണ്ഡലം പുരോഗമിച്ചാണ് നടക്കുന്നത്. ഏത് രീതിയിലാണ് രണ്ടാം ഘട്ട പ്രചാരണം? വളരെ നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ ഇടയിലുള്ളത്. ഞങ്ങളിപ്പോൾ സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നുണ്ട്, വ്യക്തികളെ കാണുന്നുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ എല്ലായിടത്തുനിന്നും വളരെ അനുകൂലമായിട്ടുള്ളൊരു പ്രതികരണമാണ് ഉണ്ടാകുന്നത്. എന്തായാലും വടകര നിയോജക മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇക്കുറി വിജയിക്കും. ടീച്ചർ, നമുക്ക് മുൻപിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇപ്പം ഈ പ്രദേശത്തെ നോക്കുകയാണെങ്കിൽ മാഹി ബൈപ്പാസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. അതിനൊപ്പം ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മൂരാട് പാലം വലിയൊരു ആളുകളൊക്കെ പേടി സ്വപ്നമായി കണ്ടിരുന്ന ഇടമാണ്, അതും ട്രയൽ റണ്ണിന്റെ ഭാഗമായി തുറന്നു കൊടുത്തു. അങ്ങനെ ഒരുപാട് വികസനം ജനങ്ങളുടെ മുന്നിലേക്ക് നിരത്താനുണ്ട് എന്ന് തന്നെയല്ല വളരെ പോസിറ്റീവായി കാണുന്നത്. ജനങ്ങൾക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ 7 വർഷം ആയിട്ട് കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോൾ 5-8 വർഷമായിട്ട് കേരളത്തിലുണ്ടായിട്ടുള്ള വികസനത്തിൻ്റെ ഒരു കുത്തൊഴുക്കുണ്ട്. അത് ആർക്കും നിഷേധിക്കാൻ കഴിയുന്നതല്ല. നമ്മുടെ റോഡുകൾ സാധാരണഗതിയിൽ ടാർ ചെയ്താൽ പലപ്പോഴും അടുത്ത മഴയ്ക്ക് നമ്മുടെ കാലാവസ്ഥ അങ്ങനെയാണ്, പൊളിഞ്ഞു പോകുമായിരുന്നു. പിന്നെ അതിന് മെയിൻ്റനൻസ് ചെയ്യാറാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. എന്നാൽ ഇത് നമ്മുടെ പ്രധാനപ്പെട്ട പാതകളെല്ലാം PWD റോഡുകൾ എനിക്ക് തോന്നുന്നു 3/4 പങ്കിലേറെയും അത് മെക്കാഡം ബിറ്റുമിൻ കോൺക്രീറ്റ് ആൻഡ് ബിറ്റുമിൻ മെക്കാഡം ചെയ്തു കഴിഞ്ഞു, BMBC ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതും ആധുനികമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ചിലതെല്ലാം തുറന്നു കൊടുത്തു, ചിലതെല്ലാം നിർമ്മാണത്തിലിരിക്കുകയാണ്. ദേശീയപാതയുടെ നിർമ്മാണം ഇത്ര എളുപ്പത്തിൽ നമുക്ക് നടത്താൻ സാധിക്കുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുണ്ട്, എന്നാൽ നമ്മൾ സ്ഥലം അക്വയർ ചെയ്തു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമുള്ള കാര്യം ലാൻഡ് അക്വിസിഷനാണ്. വളരെ ഇടതിങ്ങിയ ആളുകൾ പാർക്കുന്ന സ്ഥലമാണ്. മറ്റ് ഉത്തർപ്രദേശിലെല്ലാം ഹൈവേ ഉണ്ടാക്കുന്നത് പോലെ കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്കങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഭൂമി വളരെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ തിങ്ങി ജനങ്ങൾ പാർക്കുന്ന പ്രദേശത്ത് ലാൻഡ് അക്വിസിഷൻ നടത്തുക എന്നുള്ളതൊരു സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നമാണ്. പക്ഷേ അത് വളരെ ശ്രമകരമായി ഇടപെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് അത് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഹൈവേകൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നത്. ഇനിയും കുറേ നിർമ്മാണം നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 1 വർഷം കൂടി കഴിയുമ്പോഴേക്കും കേരളത്തിൻ്റെ ചിത്രമേ മാറുകയാണ്. ഇത് മാത്രമല്ല, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് വഴി കിഫ്ബി വഴി എന്തൊരു മാറ്റമാണ് ആശുപത്രികൾ, കെട്ടിടങ്ങൾ, സ്കൂളുകൾ ഇവയ്ക്കെല്ലാം ഉണ്ടായിട്ടുള്ളത്. സ്കൂളുകളെല്ലാം ക്ലാസ് റൂമുകൾ ഹൈടെക് ആയിട്ട് മാറി. ഇത് ഞങ്ങൾ പറയേണ്ടതല്ല, ജനങ്ങൾ കാണുന്നതാണ്. അവരുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കുമ്പോൾ ഗവൺമെൻറ് സ്കൂള് എങ്ങനെയായിരുന്നു ഒരു 5-6 വർഷം മുമ്പ് അതുണ്ടായിരുന്നത്? അതിൻ്റെ ആ രീതിയേ അല്ല. അവരെല്ലാവരും പറയുന്നു എന്തൊരു മനോഹരമായിട്ടാണ് സ്കൂൾ കെട്ടിടങ്ങൾ പണി തീർന്നത്. LP സ്കൂളുകൾക്കൊക്കെ 1 കോടി ഉറുപ്പികയിലേറെ കൊടുക്കുമായിരുന്നു. അതുപോലെ UP 2 കോടി, അതുപോലെ ഹൈസ്കൂളിന് 5 കോടി 10 കോടിയൊക്കെ കൊടുത്തിട്ടാണ് അങ്ങനെ ചെയ്തത്. ആശുപത്രികളുടെ കാര്യത്തിൽ എല്ലായിടത്തും, ഞാനിപ്പം കൊയിലാണ്ടിയിലാണ് നിൽക്കുന്നത്, കൊയിലാണ്ടിയുടെ മുൻ MLA കേദാസൻ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി MLAയുടെ ഒരു വലിയ പരിശ്രമം, അതിൻ്റെ ഭാഗമായിട്ട് കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചിട്ടുള്ള തുക, ഞാനന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി 2016 മുമ്പുള്ള ആശുപത്രിയാണ്. ഇപ്പോൾ വരുന്ന ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ. പുതിയ MLA ജമീല നന്നായിട്ടിപ്പോൾ കൂടുതൽ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അതുപോലെ ഈ നിയോജക മണ്ഡലത്തിൻ്റെ പല ഭാഗത്തും ചെല്ലുമ്പോൾ ജനങ്ങൾ എന്നോട് ഇങ്ങോട്ട് പറയുന്ന കാര്യമുണ്ട്, അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ. ടീച്ചർ, ഞങ്ങളുടെ PHC ഇപ്പോൾ എന്തൊരു മനോഹരമായിരിക്കുന്നു, FSC ആക്കിയിട്ട് മാറ്റിയിരിക്കുന്നു, ഫാമിലി ഹെൽത്ത് സെൻ്ററായിട്ട്. ഞങ്ങളുടെ കൺസെപ്റ്റായിരുന്നു അത്. അതായത് ആശുപത്രിയിൽ രോഗികളുമായിട്ട് ചെല്ലുമ്പോൾ രോഗികൾക്കും ബന്ധുക്കൾക്കും ഇരിക്കാൻ നല്ല റിസപ്ഷൻ ഉണ്ടാകണം, ഏറ്റവും സുന്ദരമായിട്ട് ആശുപത്രി, എല്ലാ PHCകളിലും ലാബുകൾ തുറക്കണം, നാട്ടിൻപുറത്ത് വെച്ച ആളുകൾക്ക് രക്തവും അതും മലവും മൂത്രമൊക്കെ പരിശോധിക്കാനുള്ള ഒരു സംവിധാനം. ഇതെല്ലാം ജനങ്ങൾ കണ്ണിൽ കാണുന്നതാണ്. അതിനെയൊന്നും UDFന് മായ്ച്ചു കളയാൻ കഴിയുന്നതല്ല. അവരനുഭവസ്ഥർ പറയുന്നു. ഞാൻ ചെല്ലുമ്പോൾ പലയിടത്തും പറയുന്നുണ്ട്, ടീച്ചർ നിങ്ങൾ കോവിഡ് നിപ്പ കാലത്തൊക്കെ ഇടപെട്ട രീതി അത് ഞങ്ങൾ ശരിക്കും ആശ്വസിച്ചിരുന്നു അന്ന്. ഞാനത് എല്ലാം അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. കാരണം നമ്മൾ ഉത്തരവാദിത്തം നിർവഹിക്കുന്നത്, ആളുകൾ എങ്ങനെ അത് എടുക്കുന്നു എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. പലയിടത്ത് ചെല്ലുമ്പോഴും അങ്ങോട്ട് പറയാതെ പറയുന്നുണ്ട് ഞങ്ങൾക്കൊരാശ്വാസമായിരുന്നു അന്ന്. കാരണം ഇത്രയും വലിയൊരു വിപത്ത് വരുമ്പോൾ കേരളത്തിൻ്റെ ഗവൺമെൻറ്റും ആരോഗ്യവകുപ്പും ഉണർന്നിരിക്കുന്നു, പരിശ്രമിക്കുന്നു എന്നുള്ളത് കാണും. ചിലപ്പോൾ UDFൻ്റെ ആളുകളൊക്കെ കളിയാക്കും, ഉറങ്ങാതെ പ്രവർത്തിച്ചു എന്നൊക്കെ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ ഉറങ്ങാതെ പ്രവർത്തിച്ചിട്ട് തന്നെയാണ് മരണം കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചത്. അപ്പോൾ അതെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. എല്ലാ മേഖലയിലും വലിയ വികസനം
പക്ഷേ കേരളത്തിന്റെ പ്രശ്നം കേന്ദ്രത്തിൽ പറയാൻ നമ്മളൊരു എംപിമാർ പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് പലപ്പോഴും പല ബില്ലുകളിലും പാർലമെന്റിൽ ഉൾപ്പെടെ വന്നപ്പോൾ കണ്ടത്. അപ്പോൾ അതിൽ ഇത്തവണ എന്തായാലും ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാവണമെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല ബില്ലുകളും പാർലമെൻറ്റ് പാസ്സാക്കുന്ന സമയത്ത് അത് എന്താ ബില്ലെന്നറിയാൻ പോലും സാധിച്ചില്ല. ഇന്നലെ ഒരു എം പിയോട് മാധ്യമപ്രവർത്തകർ NIA കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പഠിച്ചിട്ട് പറയാം എന്ന് പറയുന്നത് കേട്ടു. അത് ഇന്ത്യൻ പാർലമെൻറ്റിൽ വന്ന ബില്ലാണ്. ഞങ്ങളുടെ MPമാരോട് ചോദിച്ചാൽ അങ്ങനെ പറയില്ല. കാരണം പാർലമെൻറ്റിൽ വരുന്ന വിഷയത്തെക്കുറിച്ച് അവർ പഠിക്കുന്നുണ്ട്. അവരെല്ലാവരും പഠിച്ച് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അത് ബ്രിട്ടാസ് ആയാലും ബിനോയ് വിശ്വ ആയാലും ഇവരെല്ലാം പാർലമെൻറ്റിൽ സംസാരിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019 ഇന്ത്യൻ പാർലമെൻറ്റിൽ വരുന്ന സമയത്ത് UDFകാർ പ്രതികരിച്ചോ? അവരുടെ MPമാർ പ്രതികരിച്ചില്ല, അവരനങ്ങിയില്ല. അന്ന് ഞങ്ങൾ ഈ നാട്ടിലുടനീളം പ്രതിഷേധം നടത്തി. LDF ഇവിടുത്തെ ഗവൺമെൻറ് ഉടനെ തന്നെ സഖാവ് പിണറായി പറഞ്ഞു, ഇത് ഈ നാഷണൽ പോപ്പുലേഷൻ രജിസ്ട്രേഷൻ അത് ഇതുപോലെ ഇവിടെ നടപ്പില്ല, ആളുകളെ വേർതിരിച്ചു കൊണ്ടുള്ളത് കേരളം നടപ്പിലാക്കില്ല ആ രീതിയിൽ. നിങ്ങൾ സെൻസസ് എടുത്തോളൂ, അതിന് വിരോധമില്ല. എല്ലാ ഗവൺമെൻറ്റും സെൻസസ് എടുക്കണം. 2021 സെൻസസ് അവിടെ ബാക്കിയാണ്, എടുത്തിട്ടില്ല. സെൻസസൊക്കെ എടുക്കണം. പക്ഷേ ഇത് പോപ്പുലേഷൻ രജിസ്ട്രി എന്ന് പറഞ്ഞ് ഉണ്ടാക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടാണ്. അത് സ്വതന്ത്ര ഇന്ത്യയിൽ പറ്റില്ല. ഇതൊരു മതേതര രാജ്യമാണ്. ഇവിടെ 5-6 മതസ്ഥരുണ്ട്. ഓരോ മതത്തിലും ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ നിങ്ങൾ ഇന്ത്യൻ പൗരന്മാരല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന രീതി അത് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. നമുക്കിവിടെ ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെയാവുമ്പോൾ. അതുകൊണ്ട് ഞങ്ങൾ അന്ന് പ്രതിഷേധിച്ചു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല തീർത്തിട്ട് CAA-ക്കെതിരായിട്ട് അമെൻമെൻറ്റിനെതിരായിട്ടും അതുപോലെ NPR-നെതിരായിട്ടും ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിച്ചു. ഇപ്പം അതിൻ്റെ ചട്ടങ്ങൾ പുറപ്പെടുവിച്ചപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടായിരിക്കാം UDFും പ്രതിഷേധിക്കുന്ന കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ നേരത്തെ നടത്തിയ പ്രതിഷേധത്തിൻ്റെ തുടർച്ച തന്നെ. ഞങ്ങൾ അതിശക്തമായിട്ട് അതിനെതിരായിട്ട് ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തത് തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ്. അത് പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അന്നും പ്രതിഷേധിച്ചു, ഇന്നും പ്രതിഷേധിച്ചു. ജനങ്ങൾ മനസ്സിലാക്കണം, ഈ ബില്ല് പാർലമെൻറ്റിൽ വരുമ്പോൾ അനങ്ങാതിരുന്നവർ ഇപ്പോൾ എന്തുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നതെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ വോട്ട് നേടാൻ വേണ്ടി മാത്രമൊന്നുമല്ല അന്ന് പ്രതിഷേധിച്ചത്. ഈ നാടിൻ്റെ ജീവിത പ്രശ്നമാണ്. ഒരു കൂട്ടം ആളുകളെ പൗരന്മാരെന്ന് പറഞ്ഞ് ഒഴിവാക്കിക്കൊണ്ട് ഈ നാട്ടിൽ എങ്ങനെയാണ് സമാധാനത്തോടെ എല്ലാവരും ജീവിക്കുക? അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും ഒരേ അവകാശമാണ്, എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും. അത് കഴിഞ്ഞ ഞങ്ങൾ ഡൽഹിയിൽ നടത്തിയ സമരത്തിൽ ജമ്മു കാശ്മീരിൻ്റെ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള പങ്കെടുത്തിരുന്നു. അതേ അവിടെ പറഞ്ഞത്, I am proud to say that I am a Muslim, but I am not Pakistani, I am an Indian Muslim എന്ന് പറഞ്ഞു. ഇതാണ് ഈ ജനവിഭാഗങ്ങളുടെ ഉള്ളിലുള്ളത്. അതിനകത്ത് എക്സ്ട്രീമിസ്റ്റുകളൊക്കെ ഉണ്ടാകാം. അത് കൂട്ടിക്കുഴച്ച് എല്ലാവരും അങ്ങനെയാണ് എന്നൊന്നും പറയേണ്ടതായിട്ടില്ല. പക്ഷേ ഇവിടുത്തെ പൗരത്വം അത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണ്. ഞങ്ങൾ അന്നും പറയുന്നു, ഇന്നും പറയുന്നു, പറഞ്ഞുകൊണ്ടേയിരിക്കും. പാർലമെൻറ്റിലേക്ക് ഞങ്ങൾ 20 പേരെ തിരഞ്ഞെടുത്ത് അയക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറായാൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ മതേതരത്വത്തിനു വേണ്ടി, നമ്മുടെ നാടിൻ്റെ ജനാധിപത്യത്തിനു വേണ്ടി, ഭരണഘടന സംരക്ഷിക്കാൻ ശക്തമായി പോരാട്ടം നടത്താൻ ഞങ്ങൾ 20 പേർ അവിടെ ഉണ്ടാകും. മിണ്ടാതിരിക്കില്ല ഞങ്ങൾ. ഈ UDFിൻ്റെ MPമാർ ചെയ്തതുപോലെ മിണ്ടാതിരിക്കില്ല. ഞങ്ങൾ ശക്തമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും. പിന്നെ വികസന പ്രവർത്തനങ്ങളിലും ഞങ്ങൾ ഓരോ മണ്ഡലത്തിലും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഞങ്ങൾ പോരാടും. ഏതായാലും കേരളത്തിന്റെ ശബ്ദമായി പാർലമെന്റിൽ ഉണ്ടാകും, മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളും എന്ന് തന്നെയാണ് KK ശൈലജ ടീച്ചർ വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറാമാൻ RK ഫിറോഷിനൊപ്പം മേഘ മാധവൻ, കോഴിക്കോട്.